കോന്തി. ഓ, ഒത്തിരി നാളായിട്ട് നമുക്ക് ഈ വലി മാത്രമേ ഉള്ളല്ലോ മിച്ചം. അല്ലെങ്കിൽ തന്നെ ഉടയാൻ വരാൻ നമുക്ക് വിധിച്ചിരിക്കുന്ന വലി 3: വലവലി, പുകവലി, പിന്നല്ലേ മറ്റേ അവസാനത്തെ വലി ഉണ്ടല്ലോ, വായുവലി. ആ അവസാനത്തെ വലി ഇനി നേരത്തെ തന്നായിരുന്നെങ്കില് കഷ്ടപ്പെടാതെ ജീവൻ അങ്ങ് എടുപ്പിക്കാമായിരുന്നു. അല്ല, നമ്മുടെ കൂടെ പണ്ട് വല വലിച്ചോണ്ടിരുന്ന ആ പീക്കർ റാണ ഇപ്പൊ വലിയ റാണ മുതലാളിയായി, ബംഗ്ലാവായി, കാറായി, ബോട്ടായി. അവൻ മുതലാളിയായത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? സ്മൈലിങ്ങോ? ആ, കള്ളക്കടത്ത്. നമുക്ക് അതേ ഇച്ചിരി സ്മൈലിങ് കിട്ടിയായിരുന്നു നമ്മൾ രക്ഷപ്പെടും. അയ്യോ, നമുക്ക് വേണ്ട. ചിലപ്പോ പുലിക്കുട്ടി കയറേണ്ടി വരും. റാണായൊക്കെ തപ്പി പുലിക്കുട്ടി കയറ്റുന്ന ലക്ഷണമാ. അത് പറയാനാണ് എന്റെ ഒരു മോള് കല്യാണ പ്രായമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു. കയ്യിലാണ്, നാല് കാത്തില്ല. തന്നോട് ഞാനൊരു 1000 വട്ടം പറഞ്ഞു തന്റെ മകളെ ചൊല്ലി താൻ വിഷമിക്കേണ്ടത്. നിങ്ങൾ നോക്കിയാൽ എന്റെ മകൻ പുഷ്കരനുണ്ടല്ലോ, ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ തന്റെ മകൾക്ക് പുറവ് കൊടുക്കുന്ന അവനായിരിക്കും. അവനിങ്ങനെ ഫോട്ടോ പിടിക്കുന്ന ഒരു പെട്ടിയും തൂക്കിക്കൊണ്ട് ഊരുവിറ്റ് നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്താ, ഊരുവിറ്റ് നടന്നോട്ടെ. അവനിപ്പോ പെർക്കനന്റാ. പെർക്കനന്റോ? ആ, നേരത്തെ ടെമ്പററി ആയിരുന്നു, ഇപ്പൊ പെർക്കനന്റാ. സ്ഥിരം. അവനിപ്പോ ഒരു ഫോട്ടോ കട സ്ഥിരക്കാരനാ. ഓ, അത് ശരി. എന്റെ മകന്റെ എലിവേഷം ഒന്ന് കാണേണ്ടതാ. മിസ്റ്റർ, നിങ്ങൾ ഈ തീർക്കോലിയെ പോലെ തല നീട്ടിയാലേ ഫോട്ടോ കാണുമ്പോൾ വൃത്തികേടായിരിക്കും. സാറേ, മുഖത്തടിക്കാതെ. ആ, തല കുറച്ച് താഴ്ത്തു. കുറച്ച് താഴ്ത്തിയാ മതിയെന്ന്. ആ, കുറച്ച് ഇങ്ങോട്ട്. അയ്യോ, ഇങ്ങോട്ട്. ഇത് രാവിലെ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നു എന്റെ ഭഗവാനെ. എന്താ സാറേ, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കണോ ഞങ്ങളെ പഠിപ്പിക്കണോ? ഞങ്ങൾക്ക് ആശയട്ടല്ലേ, ഞങ്ങൾ പോയിച്ചു പറയും. സാറി എടുത്തോ. ആ, നോക്കട്ടെ. നിങ്ങൾ എന്താ ഈ ആവശ്യമില്ലാത്ത ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ വഴി നോക്കണം. എന്ത് വേണം? ഡ്രസ്സിംഗ് റൂം. ആ മുറിയിലേക്ക് പോകട്ടെ. ഇവിടെ ആ, ശരി. അനങ്ങരുത്. ശരി. ഫോട്ടോ എടുത്തോ സാറ്? അയ്യോ, എടുത്തു. അങ്ങനെ തരാൻ പറ്റുമോ? ഇതെടുത്ത് കഴുകണ്ടേ? ഓ, ഇപ്പൊ ഏകദേശം ഒരു രൂപം കിട്ടി. എന്നാ ചെന്നാട്ടെ, മാനേജർ തരും. ഒരു സംശയം തോന്നില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരും തോന്നുന്നു. എന്റെ ചരു ഞാൻ കുഴപ്പത്തിലാക്കാരു. പ്ലീസ് എന്നെ തരൂ. അയ്യോ, ഞാൻ കുഴപ്പമില്ല. പ്ലീസ്. അയ്യോ, രാജേഷ് ഒരു പോത്ത് കൊടു. കമറേ മേ ബന്ദ് ഹോ ഓ ചാബി കോരാ. ഹലോ, പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ സാറുണ്ട്. സാർ നമസ്കാരം, ഞാൻ പുഷ്കരനാണ് സംസാരിക്കുന്നത്. സാറൊന്ന് ഇതുവരെ അത്യാവശ്യമായിട്ട് വരണം. കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം സാർ. സാർ ഉടനെ വരണം സാർ. വരുമ്പോ ഒരു ചൂരലും കൂടി കൊണ്ടുവരണം. ഭാവന സ്റ്റുഡിയോ. ആ, എന്റെ ചരുവാ ഹം തും एक कमरे में बंद हो എന്റെ ചരുവാ. ആ, വന്നാട്ടെ. ഫോട്ടോ എടുക്കുക. പിന്നെ ഡ്രസ് ശരിയല്ല, നാളെ എടുക്കാം. അയ്യോ, ഡ്രസ് നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ല, ഇത് മതി. അയ്യോ, തിരക്കുണ്ട്. അയ്യോ, ചായ കുടിച്ചിട്ട് പോകാം. അയ്യോ, കാപ്പി മതി. സാരമില്ല, ഏതായാലും നല്ല ചൂടോടുകൂടി കിട്ടാൻ പോയി. ഇരുന്നാട്ടെ. നല്ല ചൂട്. ഇപ്പൊ സാർ, അച്ഛനമ്മമാര് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പിള്ളേരെ പഠിക്കാൻ വേണ്ടി കാളയിൽ അയക്കുന്നു. ഇവിടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്ന് ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിനകത്ത് കയറി പട്ടാപ്പകൽ ആവശ്യത്തെ പഠിച്ച് നടത്തുന്നു സാർ. നീക്കടാ. മധു. എന്റെ പരിപാടി സാരു.
അയ്യോ, വള്ളത്തെ മീനൊന്നും ഇല്ലല്ലോ. ഇന്നൊന്നും കിട്ടിയില്ലയോ? നിങ്ങൾ ഇങ്ങനെ ദിവസവും മരങ്കയോട് കയറി വന്ന ഈ വീട്ടിൽ തീ പോകേണ്ടായോ? നീ ചെന്ന് മീനായിട്ട് വയലോട്ട് വീടി വെട്ടിക്കണ്ടിച്ച് നാളെ മുതലാളി കൊണ്ട് വിൽക്കാം. കേട്ടോ പപ്പിച്ചേട്ടാ? പിന്നെ അല്ല, ഞാൻ നാക്കെടുത്ത് പോയി ഈ മനുഷ്യൻ എന്റെ ദേഷ്യവാ. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു ചെറുക്കൻ എനിക്ക് ഉണ്ടായി പോയില്ലായിരുന്നു, ഞാൻ എന്റെ വീട്ടിലോട്ട് അങ്ങ് പോയേ. നീ അങ്ങോട്ട് ചെല്ലടി, നിനക്ക് കൊമ്പീശക്കാർ ആങ്ങളമാരുണ്ടല്ലോ. നിങ്ങൾ രണ്ടും എപ്പോഴും വഴക്കടിക്കായിരിക്കണേ. എപ്പോഴും എങ്ങനെയാ പപ്പിച്ചേട്ടാ? കല്യാണ രാത്രി തന്നെ ഈ മനുഷ്യൻ എന്റെ ഒരു പല്ല് അങ്ങോട്ട് തുടച്ചു. ആ നേരാ, 18 വയസ്സായ പെമ്പിള്ളേരെ അടുത്തോട്ട് വിളിച്ചപ്പോ ഒരു നാണം, ഒറ്റ അടിയും വെച്ചോളൂ കുറ്റി നോക്കി. ഞാൻ പാറൂര് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായല്ലോ, ഇന്ന് വരെ ഞാൻ അവളുടെ ശരീരത്തിൽ പോലും ഒത്തോട്ട് നോക്കിയിട്ടുണ്ട്. ആ, അങ്ങനെ ആണുങ്ങള്. എടി മണക്ക് കരച്ചിലൊന്ന് നിർത്തടി, ചിരിയടി. വാ വാ. അവിടെ നിക്കവിടെ, അവിടെ നിക്കാൻ. നാശം കിടക്കുവാണോ ഇതങ്ങ്? ഇവിടെ ആരുമില്ലയോ എന്റെ കാലയിലൊന്ന് പിടിക്കാൻ? നാശം. എടി പതുങ്ങി പാറുവേ, എടി പതുങ്ങി പാറുവേ. ചുമ്മാ അല്ല നിന്നെ പതുങ്ങി പാറുന്ന് വിളിക്കുന്നത്. എടി, നീ ആടിനെ കിടക്കുന്നോ അതോ ആട് നിന്നെ ഇട്ട് കിടക്കുന്നോ? ഇതോട് നോക്ക്, ഇങ്ങനെ വേണോ ആടിനെ കറന്നോ? കറന്നോ? ആട് നിൽക്കുന്നേക്കാൾ നീ കറന്നോണ്ടാ മതി. നീ കൂടെ വന്ന് കറന്നോ? ആ കറന്നോ, കറന്നോ. ദൈവമേ, ഈ ചൊരത്തിയ പാല് മുഴുവനും ഇതങ്ങ് വലിച്ചു കളഞ്ഞല്ലോ. അതെ, ഞാൻ കാല് മേപ്പോട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലേ കയറിക്കാണ്. തലേന്ന് പാലിറങ്ങട്ടെ എന്ന് നമുക്ക് ഇറക്കാം. ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മൃഗങ്ങൾക്ക് ഇത് സാധിക്കും, മനുഷ്യർക്ക് ഇത് സാധിക്കുമോ? നീ എവിടെ ഇനി? പാർവേ, നീ ഒരു കാര്യം പറഞ്ഞോ? എന്നതാ? കല്യാണ രാത്രി തന്നെ കോന്തി മാണിക്കെ അട്ടിച്ചൊരു പല്ല് പറിച്ചെന്ന്. ആ, ഇത് എത്രയോ തവണ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുള്ളൊരു ദേഷ്യക്കാരന്റെ മോനാന്നല്ലോ നമ്മുടെ മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അയ്യോ, പുഷ്കരൻ അങ്ങനൊന്നും ഉള്ളവനല്ല. ആ, പുഷ്കരൻ അങ്ങനെ മുഷ്കു വല്ലതും കാണിച്ചാ ഞാൻ അടുത്തവന്റെ പല്ല് പറിക്കുവാ. ചേടാ, കല്യാണ നിശ്ചയം കഴിഞ്ഞില്ല, ചെറുക്കനെ കണ്ടോ കിടക്കുന്നു, പെണ്ണെ കണ്ടോ കിടക്കുന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് ചൂടാകുന്നത്? നിങ്ങൾ പെണ്ണിന് കൊടുക്കാനുള്ള സ്വീകരണത്തൊക്കെ ഉണ്ടാക്കാൻ നോക്ക്. ആ പെണ്ണാളെ എന്തിയേ? അവളഞ്ചാറ് കക്ക വരാൻ പോയി. എടി പെണ്ണാളെ, പെണ്ണാളെ. അപ്പോഴേ പെണ്ണാളെ, പറഞ്ഞു തീർന്നില്ലല്ല. നിനക്ക് ആ പുഷ്കരം പ്രേമക്കത്തുകളൊക്കെ അയക്കാറുണ്ടാ? അയ്യോ പിന്നെ, ചേച്ചിക്ക് കാണണോ? ആ, അയ്യോടി, ഇത് നനയത്തില്ലേ? ആത്മാർത്ഥമുള്ളവർ കത്തെഴുതിയാൽ നനയത്തില്ല, തീയിലിട്ടാൽ കരിയത്തുമില്ല. എന്താ ചേച്ചി വായിക്കുന്നേ? എന്താണെന്നാ? കുന്തം. പ്രേമക്കത്ത് കണ്ടപ്പോ ചക്കര കൊടുത്ത ഈച്ച പറ്റുന്ന പോലെ ഇനി വന്നല്ല. മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. പോടി, പോയി കക്കാവാർന്നടി, പോടി. എന്റെ സ്നേഹമുള്ള പെണ്ണാളെ, നിന്നെ സ്വപ്നം കണ്ട് കണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ചു. അടുത്ത കാർത്തിക മഹോത്സവത്തിന് കൊടിയേറ്റിന് ഞാൻ അവിടെ വരും. നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ. എന്റെ ശ്രാന്തി, എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോടാ, കാലമാടാ. എന്താ ചേച്ചി കരയുന്നേ? എന്റെ പെണ്ണാളെ, നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു. അയാൾ ഈ കായലിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്കായിരുന്നു. അപ്പോൾ കാർത്തിയാനി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ? കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു. അയാളുടെ പേരെന്താ? അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത്, ബഹദൂർ ശ്രാങ്ക്. ചേച്ചി, ചൗടിപ്പാച്ചൻ, ചൗടിപ്പാച്ചൻ.
പെണ്ണുങ്ങളെ അവിടെ നിന്നേ ചോദിക്കട്ടെ. പിന്നെ കാര്യം കക്കാളൊക്കെ ഉണ്ടോ? ആ കുറേശ്ശെ ഉണ്ട്. പിന്നെ വാരത്തെ കക്കാളൊക്കെ എനിക്ക് തരണം കേട്ടോ. റാണാമ്പലയുടെ കമ്പനിന്ന് മുൻകൂർ രൂപ വാങ്ങിയിട്ട് ഞങ്ങള് കക്കാ വരുന്നത്. വരുന്ന കക്ക എല്ലാം റാണാമ്പലയുടെ കമ്പനി കൊടുക്കണം. ഓഹോ, അപ്പൊ നിങ്ങൾ വാരുന്ന കക്ക മുഴുവൻ റാണാ മുതലാളിക്ക് മാത്രമേ കൊടുക്കൂ. ഇതങ്ങ് കഴിച്ച്. അയ്യോ എനിക്ക് വേണ്ട. നിനക്കെന്താ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാനാണ് റൗഡിപ്പാച്ചൻ. 2 പെണ്ണുങ്ങളെ 6 ആണുങ്ങളെ ഒരൊറ്റ കുത്തിനെ കൊന്നിട്ട് 2 തൂക്കിക്കൊല, 2 ജീവപര്യന്തം, 2 കരുതളവ്, ഇത്രയും ശിക്ഷിച്ചിട്ട് ഉറിപോലെ ഇറങ്ങി പോന്നവരാണ് ഈ റൗഡിപ്പാച്ചൻ. ചാകാനാണെങ്കിൽ എത്രയോ സമയം ചാകാമായിരുന്നു. ഇത് കണ്ടോ ഒരു കുത്ത. പിന്നെ നിങ്ങളോടൊക്കെ എനിക്ക് യാതൊരു വൈരാഗ്യമില്ല കേട്ടോ. പാച്ചന്റെ കമ്പനി അറിയാമല്ലോ, പാച്ച കമ്പനി. വല്ലപ്പോഴും ഒക്കെ അത് ഇറങ്ങിയും കേറിയും ഒക്കെ പോയാ നിങ്ങൾക്കൊക്കെ കൊള്ളാം. ഞാൻ കാത്തിരിക്കും. വരാതിരിക്കല്ലേ വേണ്ടാളെ. ചേടാ ചട്ടമ്പി, പുഷ്കരൻ ചേട്ടൻ ഇങ്ങ് വരട്ടെ, നിന്റെ കരഞ്ഞ കുറ്റിക്ക് 2 തെരയിക്കാം. എന്റെ മോന്റെ ഈ ഓട്ടം കണ്ട ഏത് പെണ്ണാണ് ഈ വലിച്ചു കീറി തിന്നാത്തത്? നീ ഒന്ന് നോക്കിക്കേ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത്, തെക്കേക്കാരെന്തോ സ്ത്രീധനം തരുമെന്ന്. ഓ, തെക്കേക്കാർ എന്ത് തന്നാലും മതി. ആ പെണ്ണാണ് നമ്മുടെ ചെറുക്കിന് പറ്റിയ പെണ്ണ. അമ്മച്ചി എന്താ മോളെ? ആ രൗഡിപ്പാച്ചൻ ഞങ്ങളായിട്ട് ഓടിച്ചു. അത്രേ ഉള്ളോ? സാരമില്ല. അവൻ ഈ പെമ്പിള്ളേരെന്ന് പറഞ്ഞ ഒരു പ്രാന്ത. അവന്റെ തന്ത അങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ പറഞ്ഞു പുഷ്കരൻ ചേട്ടൻ ഇങ്ങ് വരട്ടെ, നല്ല ഇടി വെച്ച് തെരയിക്കുവാൻ. പറഞ്ഞോ മിടുക്കി. മോളെ നീ ഇതൊന്ന് നോക്കിക്കേ. എന്റെ പൊന്നുകിളിയെ ഞാൻ വിചാരിച്ചു നീ വരില്ലെന്ന്. മോഹൻ എനിക്കെന്തോ പേടി തോന്നുന്നു. ആദ്യമൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കും, പോകും തോറും എല്ലാം ശരിയാവും. ചെരുപ്പെടുത്താവുന്നേ. പരീക്ഷയ്ക്ക് ശരിക്കും എഴുതി? എഴുതിന്ന് മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് കിട്ടും. മോഹനോ? യാതൊരു ലക്ഷ്യമില്ല. നമ്മുടെ വിവാഹം നടന്ന് കിട്ടുന്നത് വരെ ഈ തലയ്ക്കകത്തൊരു ചുക്കും കയറിയില്ല. 2 ജാതിക്കാരായി നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാനാ? അതിനല്ലേ മിശ്ര വിവാഹ സംഘടന, ഹൈക്കോടതി, പോലീസ് സ്റ്റേഷൻ. നേരാണോ മോഹൻ? നേരാണ്. എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യും. കവളെടുത്ത് സത്യം ചെയ്യും. സത്യം. ഈ ജന്മം എന്റെ ശീലയല്ലാതെ മനസ്സാ വാച കണ്ട 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 കൈ വരയ്ക്കുന്നുണ്ടോ, ചേർന്നുണ്ടോ പ്രേമത്തിന്റെ ചൂട്. മനസ്സാ വാച കമ്മണ ഞാൻ മറ്റാരെയും വരയ്ക്കുന്നല്ല. കരയാതെ മോഹൻ. മോഹൻ, നമ്മളുടെ 2 ആളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കൂ. എനിക്ക് കല്യാണ രാത്രി വരുന്ന കാണാം. അവിടെ തന്നെ ഇരുന്നോ മക്കളെ? ക്യാമറ തിരിച്ചു വെച്ചിരിക്കണോ? അത് തിരിച്ചു വെച്ചാലും കിട്ടിക്കോളൂ. ചിരിച്ചോ.